എന്താ രവി, കൊച്ചിയിൽ നടക്കുന്ന കേസിന് കണ്ണൂരുള്ള നീ വന്ന് എന്തിനാ അറ്റൻഡ് ചെയ്യുന്നത്? അത്ര ഇമ്പോർട്ടന്റ് കേസാണോ? പ്രധാനപ്പെട്ട ഒരു കേസാ. വിചാരണ അടുത്ത മാസത്തേക്ക് മാറ്റി. പിന്നെ നീ വിളിച്ചു, അതുകൊണ്ടൊക്കെ പോന്നു. വലിയ കൊട്ടാരം, നല്ല ഭംഗിയുണ്ടല്ലേ? പേടിയാവോ എനിക്ക്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പ്രേതത്തിലും ആത്മാവിലും ഒക്കെ നിനക്ക് വിശ്വാസമുണ്ടോ? എന്താ, ബുക്ക് വല്ലതും വായിച്ചോ നീ? അതാണോ ഈ... എനിക്കറിയാം നീ എന്നെ കളിയാക്കുന്ന്. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാ. നമ്മുടെ മായയ്ക്ക് പോലും ഫീൽ ചെയ്തിട്ടുണ്ട്. ബോംബെയിൽ 5 സെന്റ് സ്ഥലത്തിലുള്ള 100 അപ്പാർട്ട്മെന്റുകളിൽ ഒന്നിൽ ജീവിച്ചവളല്ലേ. ഇവിടെ 100 ഏക്കറിൽ ഒരു വീടാ. പോരാത്തതിനാണെങ്കിൽ ആളനക്കവും ഇല്ല. അപ്പൊ പിന്നെ എന്ത് ശബ്ദം കേട്ടാലും പേടി തോന്നും. മാധവി, എന്താ നിനക്ക്? എനിക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല. എന്നാ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുത്. വേണ്ടാത്തതൊക്കെ വിചാരിച്ച് മനസ്സ് വിഷമിപ്പിക്കല്ലേ. നിനക്ക് പോലും അറിയാത്തൊരു കാര്യമുണ്ട്. എന്റെ എൻഗേജ്മെന്റ് സമയത്ത് 2 വീലർ ആക്സിഡന്റ് നടന്നത് നിനക്ക് ഓർമ്മയില്ലേ? അതെ. അതിനുശേഷം എനിക്ക് അമ്മയാവാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്ന് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു. എന്നിട്ടും എന്നെ കല്യാണം കഴിച്ചു മുരളി. എന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഫാമിലി ഡോക്ടറെ അടുത്ത ടെസ്റ്റിന് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. റിസൾട്ട് പോസിറ്റീവ് ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ. പക്ഷെ എനിക്കിപ്പോൾ പേടിയാവുക. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചാൽ അതിനിപ്പോൾ 2-3 ദിവസം കഴിയുമെന്നാ തോന്നുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും മുരളിക്ക് മനസ്സിലാവുന്നില്ല. വിദ്യാഭ്യാസമുള്ള നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് പ്രൂവ് ചെയ്ത് തരാം. ഓക്കെ? ഞാനില്ലേ മോളെ, പേടിക്കാതെ. ഒന്നുമില്ലല്ലോ. അല്ല, ഞാൻ കണ്ടതാ. നീ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പോയി റെസ്റ്റ് എടുക്ക്. ചെല്ല് മോളെ, പോയി റെസ്റ്റ് എടുക്ക്. അയ്യോ, എന്തുവാടാ ഇവിടെ പോലീസൊക്കെ? മാഡം, വക്കീൽ എന്ന് പറഞ്ഞൊരുത്തനോട് വന്നിരുന്നു. എന്താ സർ ചോദിച്ചത്? അവൻ വക്കീലല്ല, അക്യൂസ്ഡ് ആണ്. അവനെ ആക്രമിച്ച് 2 പേര് ഇപ്പൊ ആശുപത്രി കിടക്കുക. മത്സരത്തില് നീണ്ടവൻ ഔട്ട്. കുറിയോനോ? അവനൊന്നും എനിക്ക് കോമ്പറ്റീഷൻ അല്ലടാ. നിങ്ങൾ പറയുന്നയാള് അദ്ദേഹം അത് ആയിരിക്കും. ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇറങ്ങി വരാൻ പറ. സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണം. സ്റ്റേഷനിലോ? അദ്ദേഹം വീട്ടിലില്ല. ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ, ഒരു മിനിറ്റ്. എന്താണ് ഇൻസ്പെക്ടർ, ഇത്രയും വലിയൊരു അക്യൂസ്ഡിനെ പിടിക്കാൻ ഒരു ബറ്റാലിയനായിട്ട് വരാതെ ഉന്തുവണ്ടി കോഴ വാങ്ങിക്കാൻ വരുന്നവർ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നത്? ബട്ട് ഡോണ്ട് വറി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളകത്തുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. കം ഓൺ. വക്കീൽ സാറേ, വക്കീൽ സാറേ, മായ മേഡത്തിന്റെ നടുവൊന്ന് ഉളുക്കിയത്രേ. നിങ്ങളോടൊന്ന് വേഗം വരാൻ പറഞ്ഞു. ഒഴിഞ്ഞു കൊടുക്കാനാന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് വന്നത് കണ്ട. വരണം സാർ, വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. എന്താ പ്രതീക്ഷിച്ചില്ലേ? ഇൻസ്പെക്ടർ, ഇയാളെ കൊണ്ടുപോയി തലകുത്തനെ കെട്ടിത്തൂക്കി വെള്ളമൊഴിച്ചടിച്ചാലും ശരി, തറയിൽ കിടത്തി ലാത്തി കൊണ്ടടിച്ചാലും ശരി, അതിനു മുമ്പ് എന്റെ കൺമുമ്പ് വെച്ച് 2 പൊട്ടിച്ചിട്ട് കൊണ്ടുപോ സാറേ. ഇതാരാ അളിയാ? നിന്നെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. വരുന്നവരെല്ലാം ഇവന്റെ ബന്ധുക്കളാണല്ലോ. എന്റെ ഫ്രണ്ടാ. ഇങ്ങനെയാണോ തമാശ? ഞാൻ പേടിച്ചു പോയി. അല്ല, നീ എന്താ ഇവിടെ? ട്രാൻസ്ഫർ ആയി 2 മാസമായി. ഉത്സവം നടക്കുമ്പോ നീ ജീപ്പിൽ കയറുന്ന ഞാൻ കണ്ടു. അല്ല, നീ എന്താ നോക്കിക്കുന്ന? പോയി ചായ കൊണ്ടുപോവാ. പാചകക്കാരനും ശ്രദ്ധിക്കാൻ നല്ലതാ. നിന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നുന്നല്ലോ. കൂട്ടത്തിലെ ആ പെണ്ണിനെ നിന്നെ പറ്റി എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കുന്നില്ലല്ലോ. എന്തായത്? വെറുതെ ബാലസ്വാമി, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നത് തനിക്കെന്തോ ദേഷ്യമുള്ളത് പോലെ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഷർട്ടിന് വേറൊരുത്തം ബില്ലിട്ടാൽ ഇഷ്ടപ്പെടുവോ? മനസ്സിലായില്ല. നീ വിചാരിക്കുന്നില്ല ഞാൻ ഈ വീട്ടിലെ വേലക്കാരനൊന്നുമല്ല. ഒരു കണക്കിനെ ഈ അരമനയുടെ സ്വന്തക്കാരനാ. മായയെ വീഴ്ത്തിയാൽ എന്റെ കടങ്ങളൊക്കെ തീരും. എന്നാ പിന്നെ വീഴ്ത്തിക്കൂടെ? എത്ര നിസ്സാരമായിട്ടായി പറയുന്നത്. ലോക്കൽ മോഡൽ ആയിരുന്നെങ്കിൽ ബർഫിയോ മൈസൂർ പാക്കോ കൊടുത്ത് വീഴ്ത്തായിരുന്നു. ഇതിപ്പോ അൾട്രാ മോഡൽ അല്ലേ, എങ്ങനെ അടുക്കണമെന്ന് പോലും അറിയില്ല. ബാലു, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. അത് വെച്ച് വീഴ്ത്തറാ. നീ വക്കീലല്ലേ, നിനക്ക് എല്ലാ പോയിന്റും അറിയാം. നമുക്ക് വല്ലതും അറിയോ? ഒരു പോയിന്റ് പറഞ്ഞു തന്നൂടെ? പോയിന്റ് അല്ലേ? വാ. പോയിന്റ് വളരെ വീക്കാണല്ലോ.
പ്രൂവ്ഡ് ഫോർമുല അനുസരിച്ച് പെണ്ണുങ്ങൾക്കെല്ലാം പാറ്റയെ പേടിയാടാ. മായ അകത്ത് കുളിച്ചോണ്ടിരിക്കാൻ ഈ പാറ്റ എടുത്ത് അകത്തേക്ക് എറിഞ്ഞാൽ മായ കരഞ്ഞ് വിളിച്ചോണ്ട് പുറത്തേക്ക് വരും. മുന്നിൽ നിൽക്കുന്ന നിന്റെ മേത്തിടിച്ച് താഴെ വീഴുമ്പോ ബോഡിയും ടച്ചായി നമ്മുടെ പോയിന്റ് വർക്കൗട്ട് ആവും. സൂപ്പർ ഐഡിയ. എന്നാ നീയാണ് പറഞ്ഞെന്ന് പുറത്താരോടും പറയരുത്. അയ്യേ ഏയ് നീ എന്താ ചെയ്യുന്നത്? തട്ടി വീഴുമ്പോഴേ സേഫ് ആയിട്ട് വീണല്ലോ, അതിനുവേണ്ടി കട്ടിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓ, ഇപ്പൊ കുളി കഴിയും വേവാണ്. എന്താ താൻ കെട്ടി പിടിക്കാൻ പോകണം? അല്ല. പിന്നെന്തിനാ ഈ ആക്രാന്തം? പോ അങ്ങോട്ട് പോ. പിടിക്ക്. എന്താണ് മിസ്റ്റർ, അവള് തോർത്തെടുത്തോണ്ട് പുറത്തോട്ട് വരുമെന്ന് വിചാരിച്ചപ്പോ പാറ്റയാണല്ലോ വന്നത്. വാ, ഏ? ഗിൽറ്റ് പേപ്പർ ഇപ്പോൾ ഞാൻ തന്തൂരി ചിക്കൻ പോലുണ്ട്. ഇവളെ എന്റെ കൈ കിട്ടിയ ഞാനൊരു അമ്പലം പണിഞ്ഞ് ഇവളെ ദിവസവും പൂജിച്ചാണ്. ഓക്കെ, നീ ആ പാറ്റയെ നോക്ക്, ഞാൻ അവളെ നോക്കാം. അതല്ലടാ, എവിടെയാണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കി പറയണ്ടേ? അതിനാ ആ നോക്ക്. അയ്യോ, ജസ്റ്റ് മിസ്. ഷട്ടർ അടച്ചു അപ്പൊ കളഞ്ഞില്ലേ? നീ കണ്ടില്ലല്ലേ? അപ്പൊ നീ കണ്ട? കാത് വൃത്തിയാക്കി കഴിഞ്ഞ ബഡ്സ് വലിച്ചെറിയണം. അത് കാതിൽ തന്നെ കുത്തി വെച്ചോണ്ടിരുന്നത് എന്റെ തെറ്റാ. ഐഡിയ തന്ന ഉടനെ ഇവനെ കട്ട് ചെയ്യണമായിരുന്നു. കൂടെ കൊണ്ട് നടക്കാൻ പാടില്ലായിരുന്നു. പോടെ. അല്ല, ഞാൻ തനിച്ചോ? പിന്നെ തനിച്ചല്ലാതെ ഞാനെന്താ കാശ്മീരിൽ ബോംബ് വയ്ക്കാൻ പോകുന്ന കൂട്ടത്തോടെ പോവാൻ. പാറ്റയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, താൻ പോയി. എടി ഒന്ന് പോടെ, ദയവ് ചെയ്ത് നീ ഒന്ന് പോ. നിങ്ങൾ ഇവിടെ എന്തെടുക്കുവാ? എന്റെ പേര് നെടിക്ക്. ഇപ്പൊ നീയാ മുകളിലുള്ളത്. നല്ല വെയിറ്റ്. അതിങ്ങത്താ. സോറി ഇതാ പിടിച്ചോ. ഏയ്, stupid. കോഫി തരാനായിട്ട് ഇങ്ങനെയാണ് അകത്ത് കയറി വരുന്നത്. ശരി, ഇവിടെ കണ്ടത് വെളിയിൽ ആരോടും പറഞ്ഞേക്കല്ലേ. കണ്ടതാവൻ. എന്നിട്ട് ഞാൻ വെളി പറയരുതെന്ന ഈ നാറിയ കേസിൽ ഞാനാണ് ഐ വിറ്റ്നസ്. വേറെ പണിയില്ല. സത്യമായിട്ടും പറയില്ലല്ലോ. ആ വിശ്വാസം ഇല്ലെങ്കിൽ ആ തുണി അടിച്ച് ഒന്നുകൂടെ താഴെ ഇടും, ഞാൻ സത്യം ചെയ്യാം. ഏയ്, വിഷ്വല് കറക്റ്റ് അല്ലേ? അല്ല, എന്തിനാ ഇതൊക്കെ? ഈ വീട്ടിലെന്തോ കുഴപ്പമുണ്ടെന്ന് എൻ്റെ അനിയത്തിക്കൊരു സംശയം. അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലെന്ന് പ്രൂവ് ചെയ്യാൻ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പോവാ. മാധവി പറഞ്ഞതും കറക്റ്റാ. എനിക്കും ആരോ ഫോളോ ചെയ്യുന്ന പോലെ എപ്പോഴും തോന്നാറുണ്ട്. സൂക്ഷിച്ചു നോക്ക്, ചിലപ്പോ നിന്റെ അപ്പച്ചിയുടെ മോനായിരിക്കും, അല്ലെങ്കിൽ ആ പാചകക്കാരൻ ബാലസ്വാമി ആയിരിക്കും. ക്യാമറ ഭിത്തിയിലേക്ക് തിരിഞ്ഞുപോയി. കുറച്ച് വലത്തേക്ക് തിരിച്ചേ. ഓക്കെ, ഇപ്പൊ നോക്കി. ഇവിടെ ആരോ നിൽക്കുന്ന പോലെ തോന്നി. ആരുമില്ലല്ലോ. അല്ല, ഞാൻ മോണിറ്ററിൽ കണ്ടതാ. ഈ പ്രതിമയുടെ ഇമേജ് കണ്ടതായിരിക്കും. ഇവിടെ ഉള്ളവർക്കൊക്കെ എന്ത് പറ്റിയാകും. നീ എന്ത് ഇവിടെ? ചേച്ചി എന്നെ വിളിച്ചതാ. ചേച്ചിയോ? ശിവാനി ചേച്ചി. കടന്നു ഓടി പ്രാന്തി പെണ്ണെ. എടി, നീ ഇതുവരെ പോയില്ലേ?
പാതിരാത്രിക്ക് വന്നിട്ട് ചേച്ചി വിളിക്കുന്നു ചേട്ടൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യനെ വെറുതെ ശല്യപ്പെടുത്തിക്കോളും. മേലാൽ ഇതിൽ കൂടെ ഏർപ്പാട് കൊണ്ട് വന്നാൽ അടിച്ചിട്ട് തൊലി പൊളിക്കും ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ അങ്ങോട്ട് നോക്കുക. എന്താ മോളെ ഈ സമയത്ത് നീ ഇവിടെ എന്തെടുക്കുക? ഈ കൊച്ചു എപ്പോഴും ഇങ്ങനെയാ സാറേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അല്ല സാറെന്താ ഈ നേരത്ത്? അല്ല എനിക്കൊരു തലവേദന പോലെ ഒരു കാപ്പി ഇട്ട് തരൂ. അതിനെന്താ, ഞാൻ ഇപ്പൊ ഇട്ടുതരാം. മോൾ അമ്മയെടുത്ത് പോയി കിടന്ന് ഉറങ്ങിക്കും. ഈ കിറുക്കി എങ്ങനെയാ? സാറ് വന്നാട്ടെ. മോളെ ഇന്നലെ രാത്രി നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ചേച്ചിയുടെ അടുത്താ. മാധവി ചേച്ചിയോടാ? അല്ല മായ ചേച്ചിയോടായിരിക്കും. അല്ല, പിന്നെ ഇത് ശിവാനി ചേച്ചിയാ. ശിവാനി ചേച്ചിയോ? ആ ചേച്ചി ഇപ്പൊ എവിടെയാ? മുമ്പിൽ നിൽക്കുന്ന കണ്ടില്ലേ? ഇവിടെ ആരുമില്ലല്ലോ. അയ്യോ, ചേച്ചി നിങ്ങളെ തന്നെയാ നോക്കുന്നേ, കാണുന്നില്ലേ? അല്ല ആ ചേച്ചി കാണാൻ എങ്ങനെ ഉണ്ടാവും? ദാ ഇതേപോലെ തന്നെയാ. നമസ്കാരം. 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 ആ വന്നാട്ടെ. സ്വന്തം സഹോദരിയുടെ നിശ്ചയത്തിന് ഇത്രയും പോയ താമസിച്ചു സ്ഥലത്ത് വരുന്നത്. കുറച്ച് വൈകി അതാ. വാ, വാ. അദ്ദേഹം വന്നില്ലേ? മുരളി അരമനെ പോയി ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു. സമയം പോകുന്നു. വാ. ആ ശരി വാ. ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോടേ. ഇങ്ങോട്ട് മാറി. വേഗം വിട്, പന്തിക്ക് നേരമായി. അല്ല ബാലസ്വാമി, താൻ മായയെ പാട്ടിലാക്കാൻ നോക്കത് ഇങ്ങനെ പാചകം ചെയ്തോണ്ടിരിക്കുവാണോ? ഒന്ന് ചുമ്മാ ഇരടേ. മായയെ കെട്ടാൻ വരുന്നവൻ സിറ്റി മാനും ആയിരിക്കണം, സിക്സ് പാക്ക് ഉണ്ടായിരിക്കണം, ഒന്ന് പാസ്ബുക്കിൽ പൈസ ഉണ്ടായിരിക്കണം, ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം, പോലും സൂപ്പർ ആയിരിക്കണം, സിംഗറും ആയിരിക്കണം. അത്രേ. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ആ ഈ കാര്യത്തിൽ നീ മമ്മൂട്ടിയായിട്ട് മാറും. മായ ഹിന്ദു അല്ലേ? ഞാനെന്തിനാ മതം മാറുന്നത്? ഇടാൻ ജയിക്കുന്നവരെ ശ്രമിച്ചോണ്ടിരിക്കണമെന്ന്. മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടാവുന്ന പഴഞ്ചൊല്ല്. കോവിലൂർ അശോകൻ അവരുടെ സഹോദരി സൗഭാഗ്യവതിയായ വളർമതിയെ മേലൂർ നാഗരാജൻ അവരുടെ മകൻ ചന്ദ്രശേഖരന് വരുന്ന വൃശ്ചിക മാസം 6-ാം തീയതി വിവാഹം നടത്തി കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ജാതകം കൈമാറിക്കോളൂ. ആ